an art, beauty is a spirit. So have a look at today's makeup by Lekshmi Menon. Namaskaram. Welcome back to yet another episode of Penaragal. This is Lakshmi here. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഒരു ഐ മേക്കപ്പാണ്. വളരെ സിമ്പിളാണ്, കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഐ മേക്കപ്പാണ്. ഒരുപാട് കളേഴ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഐ മേക്കപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഒക്കേഷൻസിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രാവിലെ യൂസ് ചെയ്യാം, രാത്രി യൂസ് ചെയ്യാം. ഈ ഐ മേക്കപ്പിൻ്റെ പേരാണ് ഡുവൽ ടോൺ ഐ മേക്കപ്പ്. ഡുവൽ ടോൺ ഐ മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ 2 ടോൺസ് യൂസ് ചെയ്ത് ഐ മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ക്യാൻവസ്, ദാറ്റ് ഇസ് മൈ മേക്കപ്പ് ക്യാൻവസ്, അത് റെഡി ആയിട്ടുണ്ട്. ഫൗണ്ടേഷൻ, കൺസീലർ, പൗഡർ വെച്ചിട്ട് എൻ്റെ ബേസ് റെഡിയായി. എൻ്റെ ഐബ്രോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബേസിക് കോൺടൂറിങ്ങും ബ്ലഷും ഹൈലൈറ്റർ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഓൾസോ അപ്ലൈഡ് മൈ ലിപ്സ്റ്റിക്. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബ്രൗൺ കളർ എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു ബ്ലെൻഡിങ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് ഇത് ഇത്തിരി പോയിൻറ്റഡ് ബ്ലെൻഡിങ് ബ്രഷാണ്. അത് വെച്ചിട്ട് ഞാൻ മാറ്റ് ബ്രൗൺ കളർ, ഒരുപാടില്ല, മാറ്റ് ബ്രൗൺ കളർ എടുത്തിട്ട് പ്രോഡക്റ്റ് ആസ് ഓൾവേസ് എടുത്തിട്ട് ടാപ്പ് ഓഫ് ദി എക്സസ്, പ്രോഡക്റ്റ് എടുക്കുക, ടാപ്പ് ഓഫ് ദി എക്സസ്. എന്നിട്ട് ഞാൻ മിററിൽ നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ക്രീസ് ലൈനിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാനിത് അപ്ലൈ ചെയ്തു. എന്നിട്ട് വേറെ കുറച്ച് ഫ്ലഫി ആയിട്ടുള്ള ബ്ലെൻഡിങ് ബ്രഷ്, ഇങ്ങനെ ഫ്ലഫി ആയിട്ടുള്ള ബ്ലെൻഡിങ് ബ്രഷ്, ഇതിനകത്ത് പ്രോഡക്റ്റ് ഒന്നുമില്ല, ഇത് വെച്ചിട്ട് ഒരു പ്രോഡക്റ്റും ഇല്ലാണ്ട് ഞാനിതങ്ങ് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കാറിൻ്റെ വിൻ വൈപ്പർ മോഷൻ എന്ന് പറയുന്ന മോഷനിലാണ് നമ്മളിത് ബ്ലെൻഡ് ചെയ്യേണ്ടത്. ബ്ലെൻഡിങ്ങിന് ശരിക്കും ഒരു ലിമിറ്റില്ല, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാം. കാരണം നമ്മുടെ ഐ ഷാഡോ എല്ലാം വളരെ ഹാർമോണിയസ് ആയിരിക്കണം, അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നല്ല ഫെദറി ആയിട്ട് ഇരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ അടുത്ത കുറച്ചും കൂടെ ഐ ഷാഡോ എടുക്കും, ബ്രൗണ് എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. എഗെയിൻ ബ്ലെൻഡ് പ്രോഡക്റ്റ് ഇല്ലാത്ത ബ്രഷ് എടുത്തിട്ട് നമ്മളത് ബ്ലെൻഡ് ചെയ്ത് വിടുകയാണ്. ഈ ഡൈമെൻഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയും ഇതിന്. ഈ ഡൈമെൻഷൻ ക്രിയേറ്റ് ചെയ്താലാണ് നമ്മൾ വേറൊരു കളർ നമ്മൾ ലിഡിലിടുമ്പോൾ അതിന് ഒരു ഡൈമെൻഷൻ വരുള്ളൂ, അതിനൊരു ലുക്ക് വരുള്ളൂ. നമ്മൾ തേച്ച പോലെ ഇരിക്കരുത് എപ്പോഴും ഐ ഷാഡോ നമ്മൾ നല്ല ഫെദർ ചെയ്തിരിക്കണം. ഈ വിൻ വൈപ്പർ ബ്ലെൻഡിങ് മോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മോഷനാണ് ശരിക്കും നമ്മുടെ പ്രോഡക്റ്റ് ഇങ്ങനെ ഫെദർ ചെയ്യാൻ സഹായിക്കുള്ളൂ. എപ്പോഴും ഐ ഷാഡോ ചെയ്യുമ്പോൾ ഇങ്ങനെ തേച്ച പോലെയോ ഇങ്ങനെ ജസ്റ്റ് വെച്ച് തേച്ച പോലെ ഇരിക്കരുത്. എപ്പോഴും അത് ഫെദർ ചെയ്യണം, ഹാർമോണിയസ് ആയിരിക്കണം. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഹാർമോണിയസ് ആയിരിക്കണം. അത് ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്. മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു പാട്ടിൻ്റെ രാഗം പോലെയാണ്, എല്ലാം തമ്മിലൊരു സിങ്ക്രണൈസേഷൻ ഉണ്ടാവണം. ആ ഒരു സിങ്ക്രണൈസേഷനാണ് മേക്കപ്പിന് കാണുമ്പം പ്ലീസിങ് ടു ദി ഐ ആവുന്നത്. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഓരോ കളർ തേച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്ലെൻഡിങ് ഇല്ലെങ്കിൽ അതിനൊരു ലുക്ക് ഐ പ്ലീസിങ് ആയിരിക്കില്ല മേക്കപ്പ് കാണാൻ. അത് ഏത് കളർ ആയിക്കോട്ടെ, പക്ഷെ അത് ഹാർമോണിയസ് ആയിരിക്കണം എപ്പോഴും. ഇനി കുറച്ചും കൂടെ ഐ ഷാഡോ എടുത്തിട്ട് ഇതുപോലെ തന്നെ ആവശ്യത്തിന് നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. ബ്രൗൺ തന്നെ എടുത്തിട്ട് അപ്ലൈ ചെയ്യുക, അടുത്ത ബ്രഷ് എടുത്തിട്ട് ബ്ലെൻഡിങ് ചെയ്യുക. ശ്രദ്ധിച്ചാൽ അറിയേണ്ട ക്രീസ് ലൈൻ്റെ അവിടെ ബ്രൗൺ ഇങ്ങനെ ഫെദറായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ സെക്കൻഡ് കളർ അപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ആസ് ഓൾവേസ് ഗോൾഡ് ടോണാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഒരുപാട് ആൻറ്റി ഗോൾഡ്, യെല്ലോ ഗോൾഡ്, അങ്ങനത്തെ ഗോൾഡ് എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ സാരി, നിങ്ങളുടെ ഔട്ട്ഫിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി യൂസ് ചെയ്യാം. ഈ ലുക്കിൽ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഒരു ഷാംപെയിൻ ഗോൾഡ്. നമ്മുടെ ഷാംപെയിനൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു കളറില്ലേ, ആ ഒരു കളറാണ്, ഒരു ചെറിയ ഗോൾഡേ ഉള്ളൂ. അതാണ് ഈ കളർ. ഈ മൂന്നാമതിരിക്കുന്ന കളറാണ് ശരിക്കും പറഞ്ഞാൽ ഷാംപെയിൻ ഗോൾഡ് എന്ന് പറയുന്ന കളർ. ഈ കളർ ആയിരിക്കും ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ സാരി, നിങ്ങളുടെ ഔട്ട്ഫിറ്റിന് മാച്ച് ചെയ്യുന്ന ഏത് കളറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഡുവൽ ടോണിൽ 2 കളേഴ്സാണ് നമ്മുടെ ഐ മേക്കപ്പിന് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഈ ഐ ഷാഡോ എടുത്തിട്ട് ഞാൻ ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് ഇത് എടുക്കുകയാണ്, ഇത് പ്ലേസ് ചെയ്യാണ് പിന്നെ കണ്ണിലേക്ക്.
ഷാമ്പയിൻ ഗോൾഡ് എടുത്തു. ഞാൻ ലിഡിൽ ഇത് പ്ലേസ് ചെയ്യാണ്. ഇനി ഞാൻ എടുത്ത ആ ബ്ലെൻഡിങ് ബ്രഷ്, നേരത്തെ എടുത്ത സെയിം ബ്ലെൻഡിങ് ബ്രഷും സെയിം ഒരു ബ്രൗൺ, ആ ബ്രൗൺ തന്നെ കുറച്ചെടുത്തിട്ട് ടാപ്പ് ഓഫ് ദി എക്സസ് കേട്ടോ, ആ ഒരുപാട് പ്രോഡക്റ്റ് എടുക്കുന്നത് ടാപ്പ് ഓഫ് ദി എക്സസ്, അത് തന്നെ ക്രീസ് ലൈനിൽ ജസ്റ്റ് ഒന്ന് ഒരു ഡെഫിനിഷൻ കിട്ടുക. ഇതാണ് ഡുവൽ ടോൺ ഐ മേക്കപ്പ്. ഡുവൽ ടോൺ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ ഔട്ട്ഫിറ്റ് അനുസരിച്ച്. പക്ഷേ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഐലൈനറൊക്കെ വരച്ചാലാണ് ആ ലുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഞാൻ ഐലൈനർ ആസ് ഓൾവേസ് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ഐലൈനർ ഇങ്ങനെ ഇന്നൊരു വിങ് വരച്ചിട്ട് വരാം. നിങ്ങൾക്ക് ചെറിയ വിങ് വേണമെങ്കിൽ വരയ്ക്കാം, വലിയ വിങ് വരയ്ക്കാം, ചെറിയ രീതിയിൽ തിന്നായിട്ട് വരയ്ക്കാം. ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. നിങ്ങളുടെ കൈ വഴങ്ങുന്ന രീതിയിൽ നിങ്ങൾ വരയ്ക്കുക. ഇന്ന് ഞാൻ വിങ് ആയിരിക്കും വരയ്ക്കുന്നത്. വരച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതേ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം, ഇപ്പം ഞാൻ എൻ്റെ വിങ് ലൈനർ വരച്ച് നല്ല നീട്ടിയാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ഫ്ലിക്ക് കൊടുക്കാം. ഇത് നല്ല ടിപ്പിക്കൽ വിങ്ഡ് കാറ്റായി ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടായിട്ട് ലൈൻ വരയ്ക്കണമെങ്കിൽ അതും വരയ്ക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കാജൽ പെൻസിൽ എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ അടിയിൽ വരയ്ക്കുകയാണ്. ഇതും ഓപ്ഷണലായിട്ട് സ്റ്റെപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാജൽ വരയ്ക്കുകയാണ്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡുവൽ ടോൺ ഐ മേക്കപ്പിൻ്റെ കൂടെ. ഇത് നല്ലൊരു ലുക്കാണ്. അപ്പം ഞാൻ അതൊന്ന് വരയ്ക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ജസ്റ്റ് ഒരുപാട് വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് വരച്ചു. പക്ഷേ നമ്മൾ എപ്പോഴും വെറുതെ വരച്ചിട്ട് വിടരുത്. നമ്മളെപ്പോഴും ഒരു ഐ ഷാഡോ പാലറ്റിൽ ബ്രൗൺ എടുത്തിട്ട് നമ്മൾ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് വിടണം. എന്നാൽ മാത്രമേ ആ ഐ മേക്കപ്പ് ശരിക്കും അത് കണ്ണ് വലുതായ പോലെ തോന്നുള്ളൂ. അപ്പം ഞാൻ മാറ്റ് ബ്രൗൺ, ഞാൻ ക്രീസ് ഇട്ട സെയിം മാറ്റ് ബ്രൗൺ എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ അടിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് വിടുകയാണ്. സോ ഞാനിപ്പോൾ കണ്ണിൻ്റെ അടിയിൽ ചെയ്തത് തന്നെ ഈ കണ്ണിൽ റിപ്പീറ്റ് ചെയ്തു. ഞാൻ മസ്കാര ഇട്ടു, കേൾ ചെയ്തിട്ട് ഐലാഷസിൽ മസ്കാര മേളിലും താഴെ ഇട്ടു. ഇത് നല്ല ഡ്രമാറ്റിക് ആയിട്ടുള്ള ഐ മേക്കപ്പായി. നിങ്ങൾക്ക് താഴെ ചെയ്യുന്നത് ഓപ്ഷണലാണ്, ഇത് ചെയ്യേണ്ട ആവശ്യമില്ല പ്രിഫറൻസ് ഇല്ലെങ്കിൽ. പക്ഷേ ഇത് നല്ല എത്നിക് വെയറിൻ്റെ ഒക്കെ ഇട്ടായാലും നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എത്നിക് വെയറിൻ്റെ കൂടെ മാത്രമല്ല, വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ ഇടാം. ഞാനിപ്പോൾ ഇന്നൊരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയാണ് ഇട്ടിരിക്കുന്നത്. വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള പ്രിറ്റി ഐ മേക്കപ്പാണ്, വളരെ സിമ്പിളാണ്. ഇതുപോലെ ഈ ഡുവൽ ടോൺ കൂടാണ്ട് നമുക്ക് അത് പോയി നമുക്ക് 3 ടോൺ ആവും, ക്വാഡ് ടോൺ ആവും, അത് കഴിഞ്ഞ് പെൻറ്റാ ടോൺ, ഹെക്സാ ടോൺ, അങ്ങനെ പോവും. അത് വരെ എത്തണമെങ്കിൽ ഭയങ്കര പാടാണ്. പക്ഷേ ഡുവൽ ടോൺ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. സോ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഐ വിൽ സീ യു വെരി സൂൺ നെക്സ്റ്റ് വീക്ക്. അൺടിൽ ദെൻ ബൈ.